കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ദില്ലി മേം ഉനിന്ദെ എന്ന പാഠഭാഗത്തെ ആക്ടിവിറ്റികൾ ചർച്ച ചെയ്യാം. ആക്ടിവിറ്റി 1. കിസ്നെ കിസ്സെ കഹ? ആര് ആരോട് പറഞ്ഞു? സ്റ്റേറ്റ്മെന്റ് 1. ആപ്കോ മത്ലബ് ആപ് തബ് സേ സഡക് പർ ഹി ഹെ? നിങ്ങൾ അന്നു മുതൽ റോഡിലാണോ? ഉത്തരം: ലേഖക് രാജാറാം സെ. എഴുത്തുകാരൻ രാജാറാമിനോട് പറഞ്ഞു. സ്റ്റേറ്റ്മെന്റ് 2. മേ आपका सोफा गंद नहीं. करना चाहता हूं. ഞാൻ നിങ്ങളുടെ ജീവിതം മലിനമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഉത്തരം: ലേഖക് രാജാറാം സെ. എഴുത്തുകാരൻ രാജാറാമിനോട് പറഞ്ഞു. സ്റ്റേറ്റ്മെന്റ് 3. ആപ്കെ ജീവൻ കെ ബാരെ മേ പതാ ചലേഗ. പൊതുജനങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അറിയാൻ കഴിയും. ഉത്തരം: ലേഖക് രാജാറാം സെ. എഴുത്തുകാരൻ രാജാറാമിനോട് പറഞ്ഞു. स्टेटमेंट 4. आपके लिए एक अच्छा दिन क्या होता है? നിനക്കൊരു നല്ല ദിവസം എന്നത് എന്താണ്? ഉത്തർ: ലേഖക് രാജാറാം സെ. എഴുത്തുകാരൻ രാജാറാമിനോട് ചോദിച്ചു. സ്റ്റേറ്റ്മെന്റ് 5. दो वक्त की रोटी मिल जाए गरीबों के लिए वही अच्छा दिन है. 2 നേരത്തെ ഭക്ഷണം കിട്ടിയാൽ അതാണ് നല്ല ദിവസം. ഉത്തർ: രാജാറാം ലേഖക് സെ. രാജാറാം എഴുത്തുകാരനോട് പറഞ്ഞു. സ്റ്റേറ്റ്മെന്റ് 6. ആപ്കെ പാസ് ഭി കോയി താക്കത്ത് നഹീ ഹെ. ആപ് ഭി മേരെ ജൈസെ ഹെ. നിനക്കും യാതൊരു ശക്തിയുമില്ല, നീയും എന്റേതുപോലെയാണ്. ഉത്തർ: രാജാറാം ലേഖക് സെ. രാജാറാം എഴുത്തുകാരനോട് പറഞ്ഞു. ആക്ടിവിറ്റി നമ്പർ 2. ഹർ വാക്യ കിസ്സെ സംബന്ധിത് ഹെ? ഓരോ വാക്യവും ആരെ സംബന്ധിച്ചിരിക്കുന്നു? രാജാറാം കോ പുരാന ഓട്ടോ ദേ ദിയ. ധനികനായ ദയാൽ രാജാറാമിന് പഴയ ഓട്ടോ നൽകി. ഉത്തർ: ദയാൽ അമീർ ആദ്മി. റേഡിയോ കെ ലിയെ പ്രോഗ്രാം ബനാ റഹി ഹെ. റേഡിയോയ്ക്ക് വേണ്ടി പരിപാടി തയ്യാറാക്കുന്നു. ഉത്തർ: ലേഖിക. പെഹ്ലെ ഗാവ് കെ ഖേതോ മേ മസ്ദൂരി കർത്താ ഥാ. രാജാറാം ചെറുഗ്രാമത്തിലെ വയലുകളിൽ കൂലിപ്പണി ചെയ്തിരുന്നു. ഉത്തർ: രാജാറാം. ഹാർവാർഡ് കെ ദിനോ മേ ലേഖക് കാ സാഥി രഹ. ഹാർവാർഡ് കാലത്ത് എഴുത്തുകാരന്റെ കൂട്ടുകാരൻ സാൻഡി ആയിരുന്നു. ഉത്തർ: സാൻഡി. ബച്പൻ സേ ഹി ആപ് അന്ധാ ഹോ ഗയാ. കുഞ്ഞിരിക്കുമ്പോഴുതന്നെ കുരുടയായി. ഉത്തർ: രാജാറാം. സാക്ഷാത്കാർ കി റെക്കോർഡിംഗ് കർ രഹാ ഹെ. അഭിമുഖത്തിന്റെ റെക്കോർഡിംഗ് ചെയ്യുന്നു. ഉത്തർ: സാൻഡി. ചാന്ദിനി ചവുക്കുമേം. റിക്ഷ ചലാത്താ ഹെ. സൈക്കിൾ റിക്ഷ ഓടിക്കുന്നു. ഉത്തർ: രാജാറാം. ഇനി ആക്ടിവിറ്റി 3. വാക്യോं को സഹി ക്രം സെ ലിഖേं. വാക്യങ്ങളെ ശരിയായ ക്രമത്തിൽ എഴുതാം. ഉത്തരം ഇവിടെ കൊടുക്കുന്നു. ഇനി ആക്ടിവിറ്റി നമ്പർ 4. പഠേം പെഹചാനെ. വാക്കുകളുടെ പ്രത്യേകതകൾ, ബേ ഉപസർഗമുള്ള പദങ്ങൾ. ഉത്തരം ഇവിടെ നൽകുന്നു. ഇനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. सरल ध्यान दें. नीचे दिए गए सरल वाक्यों को नमूने के अनुसार बदलकर लिखें. താഴെ നൽകിയിട്ടുള്ള ലളിതമായ വാക്യങ്ങളെ മാതൃകയിൽ കാണിച്ചിരിക്കുന്നതുപോലെ മാറ്റി എഴുതുക. ഉത്തർ: ഞാൻ ഇപ്രകാരം മാറ്റി എഴുതിയിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇതിന്റെ മലയാളവും നൽകിയിരിക്കുന്നു. ബഗേരോം കി സമസ്യ വിഷയ പർ ലഘുലേഖ് തയ്യാർ കരേം. ഒരു ലഘുലേഖ തയ്യാറാക്കാനാണ് പറയുന്നത്. ഉത്തരം ഇവിടെ നൽകുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ